പണിയുന്ന കുട്ടികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവരോടൊക്കെ പറയുന്ന മക്കളെ, ജീവിതം വേസ്റ്റായി പോകും. ഉമ്മമാരോട് പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ പെൺമക്കൾ ആൺമക്കളുമായി ഒരു പരിധിക്കപ്പുറത്തേക്ക് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിലക്കാറുണ്ട്. ഇന്ന് അതിനേക്കാൾ ഭയപ്പെടേണ്ട ഒരു സംഗതിയാണ്, സാമാന്യ ഒരു സംഗതിയാണ്. പെൺകുട്ടികളാണെങ്കിലും എല്ലാ കാര്യത്തിനും ഒരു പരിമിതി വേണം. എല്ലാ കാര്യത്തിനും ഒരു പരിമിതി വേണം. പെൺമക്കളുടെ ജീവിതാവസ്ഥ കാണുമ്പോൾ ഓരോ പിതാക്കന്മാരും സങ്കടപ്പെടുകയാണ്. ഞാനിത് ലൈവിലായതുകൊണ്ടാണ് പറയാത്തത്. എന്റെ മുമ്പിൽ ഒരു വാപ്പ വന്ന് പറഞ്ഞ സങ്കടം, മകളുടെ വിവാഹം ഉറപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ ഹോസ്റ്റലിൽ ഒപ്പം താമസിച്ച പെൺകുട്ടികൾ ബോധം കെട്ടു വീണു എന്ന് പറഞ്ഞു. ഇവിടെ ഉമ്മമാരിക്കുന്നതുകൊണ്ട് സഭ്യമല്ലാത്തത് കൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത്. എന്ത് പറ്റി? സതീർത്ഥ്യരും സഹപാഠികളുമായ പെൺകുട്ടികൾക്ക് അവരോടൊപ്പം പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിക്കുമ്പോൾ എന്തിനാണ് ബോധക്ഷയം വരുന്നത്? അത്രയും മോശമായ ഒരവസ്ഥയിലേക്ക്, സങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ പോവുകയാണ്. ഒട്ടകമല്ലാത്തൊരു വാഹനത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സമൂഹത്തോട് ആദരവായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദസ്തഹല്ലത്ത് ഉമ്മത്തി ഖംസൻ ഫഅലൈഹി ദിമാർ. എന്റെ ഉമ്മത്ത് 5 കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കും. എന്റെ ഉമ്മത്ത് 5 കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കും. വഅലൈഹി ദിമാർ, അന്ന് അവരുടെ നാശത്തിന്റെ അന്നത്തെ വലിയ പെരുന്നാളായിരിക്കും. ഒന്നാമത്തത് ആണും പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യർത്തും. ഇത് വിശുദ്ധമായ ഹബീബായ തങ്ങളുടെ തിരുവചനം മാത്രമല്ല, മഹാഭാരതത്തിന്റെ 3ാം പർവ്വമായ ആരണ്യപർവ്വം, വനപർവ്വം എന്ന് പറയും. അതിൽ മാർക്കണ്ഡേയ മുനിയോട് ചോദിക്കുന്നുണ്ട്, കലിയുഗം, ലോകാന്ത്യം, മനുഷ്യർ ലോകത്തിന്റെ അന്ത്യത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? ത്രിപുർ അംശയർ അധർമ്മസ്ഥ ലോകാൻ അക്രമാധിഷ്ഠിതേ. ലോകത്ത് മനുഷ്യരുടെ 2/3 ജനസംഖ്യയും അധാർമികതയിലായിരിക്കും, മതമില്ലാത്തവരായിരിക്കും. ധർമ്മം എന്ന് പറഞ്ഞ മതം, അതിനപ്പുറത്തൊരു വ്യാഖ്യാനമില്ല. അധർമ്മം, മതമില്ലായ്മ. അത് കാണണമെങ്കിൽ സോഷ്യൽ മീഡിയ തുറന്നാൽ മതി. ഇതിനെയൊക്കെ സാമാന്യവൽക്കരിക്കുന്ന ആളുകൾ, ഇതൊക്കെ അവനവന്റെ സ്വന്തം കുടുംബത്തിനും വീട്ടിലേക്കൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നം. അതുകൊണ്ട് പ്രിയമുള്ള മക്കളോട്, പ്രിയമുള്ള ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, ആ അവസ്ഥയിലേക്ക് പോകരുത്. പരസ്യമായിട്ട് നൃത്തം ചെയ്യുന്നൊരവസ്ഥ. നൃത്തം ചെയ്താൽ എന്താ കുഴപ്പം? 6ാം നൂറ്റാണ്ടിലെ തലയെക്കെട്ട് കെട്ടിയ മതപണ്ഡിതന്മാർ, പെൺകുട്ടികൾ നൃത്തം ചെയ്താൽ എന്താണോ പ്രശ്നം? നൃത്തം ചെയ്യണ്ടേ? കുറെ തലയെക്കെട്ട് കെട്ടിയ മുസ്ലിയാക്കന്മാർക്ക് ഭയങ്കര പ്രശ്നം. പെണ്ണുങ്ങൾ നൃത്തം ചെയ്താൽ എന്താ പ്രശ്നം? സാധ്യ പ്രശ്നമുണ്ടോ? ഉത്തരം ഒന്നേ ഉള്ളൂ. അമ്മയുടെ മീറ്റിംഗ് കഴിഞ്ഞ് മലയാള ചലച്ചിത്ര രംഗത്തുള്ള സകല ആളുകൾ ഒന്നിച്ചിറങ്ങി വരുന്നു. എന്തേ ക്യാമറ നടന്നു വരുന്ന സ്ത്രീയുടെ മുതുകിലേക്ക് മാത്രം പിടിക്കുന്നു?